അവർ നജീബും സൈനുവും തമ്മിലുള്ള ചില വൈകാരികമായിട്ടുള്ള സീനുകളുണ്ട്, ചുംബന രംഗങ്ങളുണ്ട്. അതൊക്കെ കളഞ്ഞാൽ യു സർട്ടിഫിക്കറ്റ് തരാം. അത് ഒരു നിയമം, ഈ നിയമം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ. അതെ, അപ്പം അതിനെ എനിക്ക് നിഷേധിച്ചു എന്ന് ഞാൻ എങ്ങനെ പറയാൻ പറ്റുക? അപ്പം എനിക്ക് നിഷേധിച്ചതിനെ എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റണം. എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് അങ്ങ് മലയാള സിനിമയിൽ നിശബ്ദമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ്. കാരണം പ്രശസ്തിയിൽ അഹങ്കരിക്കാതിരിക്കുക, വിവാദങ്ങളിൽ ചെന്ന് ബോധപൂർവ്വം. ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞ അങ്ങയെപ്പോലൊരു മഹാനായ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ്റെ സിനിമയിൽ എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു സാധാരണ മലയാളിയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ പോലും അങ്ങ് ഒരു വിവാദത്തിന് ഇട കൊടുക്കാതെ വളരെ ശാന്തമായി അങ്ങ് നിൽക്കുന്നു എന്നുള്ളത് അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അധികം ഇത് പറഞ്ഞവരുടെ ഒരു നിസ്സഹായതയിൽ നിന്നിട്ടാണ് അവർ ഈ ഓഫീസേഴ്സ് എല്ലാം കൂടെ ശ്രമിച്ചതിന് ശേഷമാണ് ഈ സിനിമ സെൻസർ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുന്നത്. ഡിസംബർ 31 വൈകുന്നേരം 4 മണിക്കാണ്. 31 എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ചയാണ്. ഒരു സൺഡേയിൽ ഓഫീസർ അത് സൈൻ ചെയ്ത് എനിക്ക് തരുമെന്ന്. അപ്പം നമ്മൾ അതിനെ ഒക്കെ ഒരുപാട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം പലതും വിവാദമാക്കാവുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും കണ്ടുകിട്ടുകയും അതിനെ അനാവശ്യമായി ഈ കീറി മുറിച്ച് വൃത്തികേടാക്കുന്നതായിട്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം, സിനിമ വല്ലാതെ കിതച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രേക്ഷകരുടെ എണ്ണം കുറയുക, സിനിമയ്ക്ക് ആളില്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വന്ന സാഹചര്യങ്ങളിൽ അങ്ങയുടെ സിനിമ പ്രേക്ഷകരെ കൂടുതൽ സിനിമയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാമ്പും കിഴമ്പോഴുള്ള കഥ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വായന, സ്വാഭാവികമായിട്ടും വായന വല്ലാതെ മോശപ്പെട്ട സമയത്താണ് ബെന്യാമിനിലൂടെ, ആടുജീവിതത്തിലൂടെ കൂടുതൽ ലക്ഷക്കണക്കിന് വായനക്കാരെ ഒരൊറ്റ പുസ്തകത്തിലൂടെ വായനയിലേക്ക് ആകർഷിക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ എണ്ണം പറഞ്ഞ സിനിമകൾ മലയാള സിനിമ കിതച്ച് നിന്ന സമയത്തൊക്കെ സിനിമാ പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങ് ഇപ്പോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ആടുജീവിതം, അത് എപ്പോഴെങ്കിലും പൂർത്തിയാക്കാൻ പറ്റാത്തതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? അതുമല്ല, അന്നത്തെ ഒരു സാഹചര്യം നമ്മൾ വളരെ ഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അങ്ങ് അവിടെ ആയിപ്പോയി. ഓരോ ദിവസവും പ്രതിസന്ധികളാണ്, ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ആ ഒരു വല്ലാത്ത അവസ്ഥയെ അങ്ങേക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ എവിടെയും പറയാത്തൊരു കാര്യം പറയാം. അതായത് കോവിഡൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടായ, ലോകം മുഴുവനുണ്ടായ ഒരു കാര്യം. നമുക്കെപ്പോഴും ഒരവസ്ഥ എനിക്ക് മാത്രമാകുമ്പോഴാണ് എനിക്ക് പ്രയാസം തോന്നുന്നത്. താങ്കളും ഇതുപോലെയാണ്, ഈ സമൂഹം മൊത്തമാണ്, ലോകം മുഴുവൻ ഇതാണെന്ന് പറഞ്ഞാൽ ഒരേ ഞാൻ മാത്രമല്ല തനിച്ചാകുന്നതെന്നുള്ളൊരു വിഷയം പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റപ്പെടലോ നമുക്ക് മാത്രമായി സംഭവിച്ച ഒരു വിധിയായിട്ടോ ഒന്നും നമ്മളതിനെ കാണണമെന്നില്ല. പക്ഷെങ്കിൽ അതിനു മുമ്പ് ഈ സിനിമ ഫേസ് ചെയ്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ സിനിമയ്ക്ക് ഒരു നിർമ്മാതാവ് ഉണ്ടാകുക എന്നുള്ള ഒരു വിഷയം. അതിനെ ഒരു വിധത്തിൽ തരണം ചെയ്യുമ്പോൾ ഇതിനൊരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്. അവർ പ്രത്യേകിച്ച് അറബി സംസ്കാരങ്ങളെ, അവിടുത്തെ രീതികളെ, തൊഴിൽ രീതികളെയൊക്കെ ചലഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കിട്ടുന്നില്ല. പിന്നീടാണ് നമ്മൾ ഇപ്പം ഹോളിവുഡിലെ ഒട്ടുമിക്ക ക്ലാസിക് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലം. മൊറോക്കോയിൽ പോയി നമ്മളവിടെ ലൈൻ പ്രൊഡ്യൂസേഴ്സുമായിട്ട് കണ്ടു, സംസാരിച്ച് നമ്മളിതിൻ്റെ എല്ലാം ഡീറ്റെയിൽസൊക്കെ കൊടുത്തു, ഇതിൻ്റെ ഒരു പെർമിഷനായിട്ടൊക്കെ. അപ്പം അവിടുത്തെ ഒരു മിനിസ്റ്ററുടെ ഒരു ബന്ധുവിൻ്റെ മകനൊക്കെയാണ് ഈ ലൈൻ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ്, കാരണം അവിടുത്തെ US ഡോളറിലാണ് പലതും കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതുകൊണ്ടും ഹോളിവുഡ് സിനിമകളൊക്കെ അവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടും എക്സ്പെൻസീവാണ്. എങ്കിൽ പോലും വേറെ എവിടെയും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ ഡെസേർട്ട് ഷൂട്ട് ചെയ്യാമെന്നുള്ള വിചാരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആണ് ഈ സിനോപ്സിസ് കണ്ടിട്ട് ഒരു ദിവസം രാത്രി, ഞാൻ അവിടെ ഉണ്ട്, ഞാനും എൻ്റെ കൂടെ പ്രൊഡക്ഷനിലെ ഒരു ലേഡിയുമുണ്ട്. അപ്പം ഇവർ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നത്,
ഈ അർബാബിൻ്റെ പേര് ഒരു മാത്യു എന്നോ ജോസഫെന്നോ ഒക്കെ ആക്കാമോ? മനസ്സിലായി? ഈ വർഗീയ ചിന്തകളെന്ന് പറയുന്നത് ഈ അർബാബിനെ ഇത് ആൾക്കാരെ ഒരു കാരണം സൗദി രാജാവിന് പാലസ് ഉള്ള ഒരു ഇടമാണ് മൊറോക്കോയിൽ, മനസ്സിലായി? അല്ലെങ്കിൽ അവരുടെ കുറേ ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ്. അപ്പം ഒരു അറബ് മുസ്ലിം ആളാണ് ഇത് ഇത്തരം കാര്യങ്ങൾ വില്ലനാകുന്നത്. അപ്പം നമ്മുടെ ഈ ആവിഷ്കാരത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞ ഭയം വെറുതെ ഉള്ള ഒരു ഭയമാണത്. അപ്പോൾ അങ്ങനെ പേര് മാറ്റാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ എനിക്ക് ചിരിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തരം ഭയവും ചിന്തയും ആഗോളമായി ഉള്ള ഒരു പ്രവണത നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ മാത്രം കുഴപ്പമല്ല. പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ടി വന്നില്ല. കാരണം അവിടുത്തെ ആടുകളുടെ വാല് ഇങ്ങനെ നമ്മൾ ഈ പട്ടിയുടെ വാല് പോലെ നീണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ആടുകളുടെ ബ്രീഡും ആയിട്ട് വ്യത്യാസമുള്ളതുകൊണ്ട് ആണ് ഞാൻ മെയിനായിട്ട് അവിടെ ഷൂട്ട് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ ഇന്ന പേരാന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കളിപ്പിച്ചിട്ടൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷേങ്കിൽ എനിക്കത് അവിടെ ആവശ്യമില്ലാത്ത അത്തരം ആടുകളെ എനിക്ക് ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ. അപ്പം നിരവധി അപ്പം ചിലർക്ക് അത് എന്തിനാ ഈ ആടിൻ്റെ വാലൊക്കെകൾ നോക്കുന്നതെന്ന് ചിലപ്പോൾ വിചാരിക്കാം. കാരണം നമ്മളൊരു ഭൂമികയിൽ പോയി എടുക്കുമ്പോൾ ആ ഭൂമികയിൽ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കാണിക്കുകയും ചെയ്യേണ്ടിയും ഒക്കെ വരുന്നത്. അത് നമുക്ക് ഇപ്പം കേരളത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ പറയുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഫല വൃക്ഷങ്ങളുടെ അങ്ങയുടെ കലാസൃഷ്ടിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി അങ്ങ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് അതിനകത്ത്. സൂചിയിൽ നൂല് കോർക്കുന്നത് പോലെ അങ്ങയെക്കുറിച്ചുള്ള വിശേഷണം അത് തന്നെയാണ്. വളരെ സൂക്ഷ്മമായിട്ടാണ് അങ്ങ് സിനിമയെ കാണുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം അതൊരു ഉത്തരവാദിത്തമാണ്, തൊഴിലിനോടുള്ള ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തമാണ് എല്ലാ രംഗത്തും വേണ്ടി എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിച്ച അന്ന് അതുപോലെ ഉള്ള ഈ പ്രതിസന്ധികൾ വന്നപ്പോൾ മനസ്സ് പതറി വല്ലാതെ. ഇതിൻ്റെ അകത്ത് ഈ സിനിമ പൂർത്തീകരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ മനസ്സിലൊന്നുമില്ല. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് സംഭവിക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചില്ല. എൻ്റെ മുന്നിൽ ഈ സിനിമ ഇപ്പം കോവിഡിൻ്റെ കാലത്ത് അവിടെ പെട്ടപ്പോൾ ഒരുപാട് പേര് കരയുകയും ബഹളം വെക്കുകയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനിവിടെ മരിച്ചു വീണാലും എനിക്ക് സിനിമ തീർക്കും. ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ രീതിയിലായിരുന്നു എന്ന് വെച്ചാൽ, കാരണം ഇത് ഞാൻ പൂർത്തീകരിക്കാതെ വലിയ ഭാരിച്ചൊരു കടവും ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ ജീവിക്കുക. അപ്പം പിന്നെ അങ്ങയുടെ കഥകളിലൊക്കെ അങ്ങ് എഴുതുന്ന കഥകളി കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൊക്കെ വാക്കുകൾ, അപ്പോൾ ഇതൊന്നും അങ്ങ് സൃഷ്ടിച്ചതായിരിക്കില്ലല്ലോ. അങ്ങ് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എഴുത്തുകാരും കഥ പറഞ്ഞ ആളുകളും ഒക്കെ സൃഷ്ടിച്ചത് അങ്ങ് വായിച്ച്. എൻ്റെ ചോദ്യം, ഇത് എഴുതുന്നതിന് വേണ്ടിയിട്ട് അങ്ങയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ കയ്യിലേക്ക് തലച്ചോറിലേക്ക് വരാനുള്ള ഒരു പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ വായനയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ മനസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് അങ്ങ് കുറേ സമയമെടുത്ത് ആഴത്തിൽ വായിക്കാറുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവത്തില്ല. ഇല്ല. കാരണം നമ്മൾ ഇന്നതിന് വേണ്ടി ഇന്ന ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ വായിക്കാറുണ്ടാവില്ല. എന്നോ ഒക്കെ വായിച്ചത് നമുക്ക് അറിയാതെ നമ്മളിലേക്ക് എത്തുകയാണ്. പിന്നെ എഴുത്തിൻ്റെ രീതിയിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി ഞാനൊരു എഴുത്തുകാരനല്ല എന്നുള്ളതുകൊണ്ട് ചില നിമിഷങ്ങളിൽ അതിനുവേണ്ടിയുള്ള വലിയ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എഴുതുന്നത്. ഇപ്പം കാഴ്ച എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ആദ്യം ഈ കുട്ടി വിളിക്കുന്ന ഓപ്പറേറ്റർ എന്നാണ്. അയാൾക്ക് പേരില്ല, ഞാനൊരു പേര് എഴുതിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഈ ഒരു ഫിലിം ഓപ്പറേറ്റർ, അപ്പം പേര് വിളിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഇപ്പം താങ്കളെ മഹേഷ് എന്ന് വിളിക്കുന്നതിന് ഒരു സൗകര്യം വരുമ്പോഴാണ് വിളിക്കേണ്ടി. അതല്ലാതെ നമ്മൾ വിളിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ MLA എന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ താങ്കളെന്ന് വിളിക്കുന്നത്. അപ്പം ഒരാളെ പേര് വിളിക്കാനായിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് പേര് വിളിക്കുക. അപ്പം എല്ലാവർക്കും അങ്ങനെ പേര് വിളിക്കാൻ പറ്റത്തില്ല. താങ്കളുമായിട്ട് അടുപ്പമുള്ളവർക്കായിരിക്കാം, അല്ലെങ്കിൽ താങ്കളെക്കാൾ കുറച്ച് പ്രായവും, അല്ലെങ്കിൽ അങ്ങനെ പലത് വെച്ചിട്ട് നമ്മൾ ഒരാളെ പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ സൗഹൃദം, അതൊക്കെ അതിൻ്റെ അത് കടവാണ്. അപ്പം മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് സിനിമ തുടങ്ങി എത്രയോ സീനുകൾക്ക് ശേഷം
ഒരു ഫിലിം സൊസൈറ്റിയിൽ ഇരുന്നിട്ട് സിനിമ കാണുമ്പോൾ ഒന്ന് ഒരു പ്രായമുള്ള ഒരു ബുദ്ധിജീവി ഒരാൾ പറയുന്നു, മാധവ ഫോക്കസ് ഔട്ടാളാണ്. അപ്പോഴാണ് കഥാപാത്രത്തിൻ്റെ അപ്പം ഇത് അതിന് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇയാൾ പറയുന്ന ഡെലിവറി അറിയാതെ എനിക്ക് എഴുതാൻ വന്നപ്പോൾ അന്നേരം ഒരു പേര് വിളിക്കണം. അതെന്ന് വെച്ചാൽ അവർ സ്ഥിരമായി കാണുകയും പരിചയം, മാധവ ഫോക്കസ് ഔട്ടാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാസത്തിൽ അങ്ങനെ അപ്പോഴാണ് ഇയാൾക്ക് മാധവൻ എന്നുള്ള പേരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം അതൊരു നമ്മൾ അത്രയധികം അവിടെ കാണുന്ന ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ആകുന്നത് കൊണ്ടാണ്. അങ്ങ് ഇത് കഥാപാത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷവും ആ കഥാപാത്രം അങ്ങയെ പിന്തുടരുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ കൂടെ വരുന്നതായി മനസ്സുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യത്യസ്തത അങ്ങയുടെ ഈ പ്രധാനപ്പെട്ട സിനിമകളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ഏറ്റവും എന്നെ ഹോണ്ട് ചെയ്ത് ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ അഭിനയിച്ച ഭ്രമരത്തിലെ ശിവൻകുട്ടി എന്ന് പറഞ്ഞത്. ശിവൻകുട്ടി ഇങ്ങനെ ഇപ്പോഴും അയാളുടെ ഒരു വേദന എന്ന് വെച്ചാൽ അയാൾക്കൊരു പ്രതികാരം ചെയ്താൽ ചിലപ്പം മാറുമായിരുന്നായിരിക്കാം അയാൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ. പക്ഷെ ആ പ്രതികാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആൾക്കാരെ പോലും അവർ വെറുതെ വിടുക, വീണ്ടും തനിച്ചാകുക എന്ന് പറഞ്ഞാൽ അയാൾ തനിച്ചാണോ ഇപ്പോൾ, അയാൾ എവിടെയായിരിക്കും എന്നൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പം തന്നെ ഇപ്പം കാഴ്ചയിലാണേലും മാധവൻ ഈ കുട്ടിയെ ഇല്ലാതുള്ളൊരു പോക്കുണ്ടല്ലോ, അയാളുടെ ഒരു ഹൃദയം നുറുങ്ങിയിട്ടുള്ളൊരു പോക്ക്. അപ്പോൾ എന്തെങ്കിലും അവൻ കുടുംബമായിട്ട് വരുമോ എന്നെ കാണാൻ എന്നൊക്കെ തോന്നുന്ന ഒരു അലച്ചിലിൻ്റെ ഇടയ്ക്ക് അറിയാതെ അയക്കും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു സുഖമുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മളുണ്ടാക്കിയ കഥയിലെ കഥാപാത്രങ്ങളെ നമ്മൾ സമൂഹത്തിലേക്ക് പ്രതിഷ്ഠിക്കുക, അവരെപ്പോഴെങ്കിലും നമുക്ക് കണ്ടുമുട്ടുമെന്നുള്ളൊരു ആഗ്രഹത്തോട് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ട കഥാപാത്രങ്ങളെ ആയിരിക്കുമല്ലോ കൂടുതലും അങ്ങനെ സിനിമയിലേക്ക് പകർത്താൻ? അങ്ങനെയില്ല. ഇതൊരു എനിക്ക് സംഭവിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. എൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഞാനൊരു ഫ്രെയിമിൽ നിന്നാണ് പലപ്പോഴും എനിക്ക് സിനിമ ഉണ്ടാകുന്നത്. കഥകളൊന്നും ഉണ്ടാകണമെന്നില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാഴ്ച എന്നുള്ള സിനിമയുടെ ആദ്യത്തെ ഫ്രെയിം എനിക്ക് കിട്ടുന്നത് ഒരു വള്ളത്തിൻ്റെ മുൻപിൽ ഈ കുട്ടി തനിച്ചിരിക്കുന്നതും അപ്പുറത്തു നിന്നുള്ള ഒരു സിനിമയുടെ പ്രൊജക്ഷൻ്റെ റിഫ്ലക്ഷൻ ഈ കുട്ടിയുടെ മുഖത്തും വെള്ളത്തിലൊക്കെ അടിക്കുന്ന ഒരു ഫ്രെയിമാണ്. ഇത് കണ്ടപ്പോൾ അപ്പം ബാക്കിയുള്ള കഥയൊന്നുമില്ലല്ലോ. ഇത് കണ്ടപ്പോൾ ഇനി ഭയങ്കര എന്നെ ഭയങ്കരമായി മതിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഒരു വീടിൻ്റെ ഒരു 2ാം നിലയിൽ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ റോഡിനപ്പുറം കേരള ഫിലിംസ് 16mm ഫിലിംസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അവിടെ ഒരു 2-3 വർഷമായിട്ട് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേരമൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഈ 16mm ഫിലിംസ് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഓഫീസാണ്. അപ്പം ഞാൻ നിലത്ത് മുട്ടുകുത്തി തമ്പുരാനെ വിളിച്ചു പോയി. കാരണം ഈ ആകസ്മികതകളുണ്ട്. അപ്പം ഇത്തരം പലതും ഇങ്ങനെയാണ്. ഭ്രമരത്തിൽ പോലും 6 മാസമായി എഴുതാനൊരു വിഷയമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പം പ്രൊഡ്യൂസർ ചോദിക്കും, എന്തായി? ഞാൻ പറയും, ഫാനെ നോക്കിയിരിക്കുക. എന്ത് ചെയ്യുക? ഫാനെ നോക്കിയിരിക്കുക എന്ന് പറയും. പെട്ടെന്ന് അങ്ങനെ പക്ഷെങ്കിൽ അപ്പോഴാണ് നമ്മൾ കുറച്ച് ചുമ്മാ റഫായിട്ട് വായിക്കും, കുറച്ച് എഴുത്തുകാരെ വിളിക്കും, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിഷയമുണ്ടോ സിനിമയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയൊക്കെ വർത്തമാനമൊക്കെ പറയുന്നൊരു സമയം. അപ്പോഴാണ് എൻ്റെ ഒരു പഴയ ഒരു അസിസ്റ്റൻ്റ് ബോംബെയിൽ നിന്ന് കയറി വരുന്നത്. 2 പഴയ അസിസ്റ്റൻ്റ്. അവർ പെട്ടെന്ന് കയറി വന്നപ്പോൾ അറിയാതെ പെട്ടെന്ന് അവരോട് ചോദിക്കുക, ഒരാൾ വീട്ടിൽ കയറി വരുന്നു, അയാൾക്ക് എല്ലാവരും അറിയാം, അയാളെ ആരാന്നറിയത്തില്ല എന്ന് പറയുന്നത്. ഈ അറ്റം അന്നേരം പറഞ്ഞ് തോട്ടിൽ നിന്നാണ് നമുക്ക് പിന്നീട് ബാക്കി വരുന്നത്. അങ്ങനെ ആണ് ഒട്ടുമിക്ക സിനിമകളും. കൽക്കട്ട ന്യൂസ് എഴുതുന്നതിൻ്റെ ഒരു ത്രെഡിൻ്റെ ഒരു ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ഒരു പരസ്യം കൽക്കട്ട വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഈ കൽക്കട്ടയിലെ ഗലിയിലൊക്കെ ചെറിയ ചായക്കടകളുണ്ടല്ലോ ഈ വണ്ടിക്കകത്ത് വെച്ച്. അപ്പം അവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് കയറി നിൽക്കാൻ സ്ഥലം ഒരു കുടയുടെ കീഴിൽ നിന്നിട്ട് ഒരു മിഡിൽ ഏജിലുള്ള 2 ആൾക്കാർ ചായ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുമ്പോൾ ദീപ് ജലേ എന്ന് പറഞ്ഞ ആ സലിം ചൗധരിയുടെ ആ പാട്ടുമൊക്കെ ഇങ്ങനെ ബാക്ക് ഡ്രോപ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനൊരു പരസ്യം കണ്ടപ്പം ആണ് എനിക്ക് ഈ കൽക്കട്ടയിൽ വെച്ച് ഇങ്ങനൊരു ഈ പാട്ടുമൊക്കെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണമല്ലോ എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ
ഈ അങ്ങയുടെ പേരിന് പോലും ഒരു കൗതുകവും ഒരു ഇഷ്ടവും, ബ്ലസ്സി എന്ന ഒരു പേര് എല്ലാ പ്രായത്തിലും പെട്ടവർക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ബ്ലസ്സി എന്ന് പറയുമ്പോൾ. അങ്ങനെ ഒരു ഏകനാമത്തിലേക്ക് ചുരുങ്ങാൻ അതിന് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ബ്ലസ്സി എന്ന് പറയുന്നത് ഇത് എൻ്റെ പപ്പായുടെ സിസ്റ്റർ ഇട്ട പേരായിട്ടാണ് ഞാൻ അറിയുന്നത്. അവർ സിലോണിലായിരുന്നു. അപ്പം അവിടുത്തെ ഒരു പേരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് ഈ ബ്ലസ്സി എന്നുള്ള പേര് എനിക്ക് കാണത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒത്തിരി പല ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ കൂടുതലും പെൺകുട്ടികളാണ് ഈ ബ്ലസ്സി പേരുള്ളവർ. അപ്പോൾ ഇപ്പം അങ്ങേക്ക് ഇനി കിട്ടാനുള്ള പുരസ്കാരം ദേശീയ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകളൊക്കെ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മനസ്സിലെന്തെങ്കിലും കഥ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു ആലോചനയിലാണ്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത ഏതാണ് പൂർത്തീകരണത്തിനാണ് സിനിമ? ആടുജീവിതം തന്നെ. ആടുജീവിതം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പത്മരാജൻ സാറാണ് അങ്ങയുടെ ഗുരു എന്നാണ് പറയുന്നത്, എല്ലാവരും അറിയുന്നത്. ഭരതൻ ഓടൊപ്പം അങ്ങ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ മനസ്സിലായില്ല. ഭരതനോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇല്ല, എനിക്കൊന്ന് ഭരതൻ പത്മരാജൻ ഒരു ടീമായിരുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. എനിക്കൊരു അവസരം വന്നിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശീലത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പല ശീലങ്ങളും പകർത്തിയിട്ടുണ്ടോ? സ്വഭാവം ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിച്ചത്. ജോലിയിൽ ഞാൻ അദ്ദേഹം എഴുതുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. പിന്നീട് ആ വിരലുകൾ നോക്കിയിരുന്നിട്ടുണ്ട് കൊതിയോടെ. കാരണം സിനിമ മാത്രമല്ലല്ലോ, ഒരുപാട് നോവലുകളും സാഹിത്യങ്ങളും ചെറുകഥകളും ഒക്കെ. നമ്മളെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കലയും സാഹിത്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൊതിക്കുന്ന ഒരാളാണ്. ഒരു ഗന്ധർവൻ എന്നൊക്കെ നമ്മൾ ചുമ്മാ നമുക്കൊരു കൊതി തോന്നുന്ന ആണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള രീതികളുമൊക്കെ. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ എന്നെ ഒത്തിരി ഞാൻ പല ക്യാമ്പുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ തിരക്കഥയിലേക്കൊക്കെ ഒരു നമ്മളിപ്പോൾ സംസാരിക്കുമ്പം ഇടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് ചുമച്ചെങ്കിൽ ആ ചുമ എഴുതി വെക്കുന്ന ആളാണ്. എനിക്കൊന്ന് നമ്മുടെ ഈ വള്ളുവനാടൻ ഭാഷയിലൊക്കെ സിനിമയും സാഹിത്യമൊക്കെ നിന്നിരുന്ന ഒരു കാലഘട്ടത്തെ ഈ ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു ഓണാട്ടുകരയുടെ ഒരു അതെ, അതിൻ്റെ കൊച്ചട്ട എന്നുള്ള വിളികൾ, അങ്ങനെയുള്ള രീതികളൊക്കെ കൊണ്ടുവരുന്നത് സാധാരണക്കാരൻ സംസാരിക്കുന്ന പോലെ സിനിമയിൽ സാഹിത്യമല്ലാതെ സാധാരണ ഭാഷ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു സാറാണെന്ന്. അപ്പം അതൊക്കെ എനിക്ക് അത്തരം എഴുത്തിൽ എങ്ങനെയാണ് അതിനെ ചുറ്റുപാടുകളെ സംശീകരിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് ഞാനിങ്ങനെ അദ്ദേഹത്തിനെ തന്നെ നമ്മളിങ്ങനെ ഒരു പുസ്തകമാക്കിക്കൊണ്ടല്ലേ നടക്കുക. അങ്ങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങയുടെ മാർഗം ഈ സിനിമയാണ് എന്ന്? ചെറുപ്പകാലത്ത് ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. 10 വയസ്സിലൊക്കെ ഞാൻ ഫിലിം മേക്കർ ആകണമെന്ന് ആഗ്രഹിച്ചുള്ള 8-9 വയസ്സിലൊക്കെ ആയിട്ട് എൻ്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് വഴികാട്ടിയായിട്ട് വന്നിട്ടുള്ളത് പത്മരാജൻ സാറിനെ കണക്ട് ചെയ്യാനും? അല്ല, അത് ഒരു ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പ്രായം തൊട്ട് ഞാനൊരു തിയേറ്ററിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ചെറിയ പ്രായം തൊട്ട് ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. അന്ന് തൊട്ട് ഫിലിം മേക്കർ ആകണമെന്ന്. പക്ഷേ അതിൻ്റെ വഴിയൊന്നും അന്ന് ദൂരെയാണല്ലോ, മദ്രാസിയിലൊക്കെ ആണല്ലോ. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എഴുതാൻ തുടങ്ങി. ടെസ്റ്റ് പക്ഷേ പാസ്സായില്ല. പിന്നെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാൻ വേണ്ടി KG ജോർജ് സാറിൻ്റെ കൂടെ ആണ് ആദ്യം ശ്രമിച്ചത്. പക്ഷേ പുള്ളിക്ക് ആ സമയത്ത് സിനിമകളില്ലായിരുന്നതുകൊണ്ട് ഇങ്ങനെ മാറിപ്പോയി. അവസാനം അമ്മ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ തീർച്ചയായിട്ടും. എനിക്ക് അച്ഛൻ 3 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ 16 വയസ്സുള്ളപ്പോൾ മരിച്ചു, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. പക്ഷേ ഇപ്പോഴും ഞാനത് വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ഏകാന്തതകൾ നമ്മുടെ ലഹരിക്ക് അടിമപ്പെട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുർമാർഗങ്ങളിൽ കൂടെ പോയില്ല എന്ന് പറയുമ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്, അതിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ അമ്മയുണ്ടെങ്കിൽ വേദനിക്കില്ലേ എന്നുള്ളൊരു തോന്നലാണ്. അപ്പം അത്രയധികം ഞാൻ എഴുതിയിട്ടുണ്ട്,
തന്മാത്രയിൽ എഴുതിയിട്ടുണ്ട്, നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടുമ്പോൾ എനിക്കെൻ്റെ അമ്മയെ ഓർത്ത് കണ്ണ് നനയുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അത് എൻ്റെ അനുഭവം തന്നെയാണ്. ഇപ്പോഴും ഇഞ്ചിക്കറി എവിടെ നിന്ന് കൂട്ടിയാലും, അമേരിക്കയിൽ നിന്ന് കൂട്ടിയാലും ഇവിടെ നിന്ന് കൂട്ടിയാലും, ഇഞ്ചിക്കറിയുടെ രുചിയും എനിക്ക് അമ്മയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് കണക്റ്റഡ് ആകുന്നത്. ചില മണങ്ങൾ, രാസനാദിപ്പൊടിയുടെ മണം നമ്മുടെ ചേച്ചിക്കായിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശിക്കാർ, ഇങ്ങനെ പറയുന്ന ഇത് മലയാളിയുടെ ഒരു 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 ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഗോൾഡ് ഫ്ലേക്ക് സിഗരറ്റിൻ്റെ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ചില അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സിഗരറ്റിൻ്റെ സ്മെല്ല് എൻ്റെ അച്ഛന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതായ അതാണ് അച്ഛൻ്റെയും അമ്മയുടെയും. അത് അനുഭവിക്കുമ്പോഴേ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകും. തീർച്ചയായിട്ടും അങ്ങയുടെ പല എഴുത്തിലും സംഭാഷണങ്ങളിലും കഥാപാത്രങ്ങളിലും ഒക്കെ അത് കാണാറുമുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത് അങ്ങ് വ്യക്തിജീവിതത്തിൽ പുലർത്തുന്ന ഒരു സംശുദ്ധിയാണ്. പലപ്പോഴും കലാകാരന്മാരെ സമൂഹം പഴിക്കുന്നത് വഴിവിട്ട ജീവിതം നടത്താറുണ്ട്. അപ്പം അങ്ങ് ഇത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ്. ഒരു മാതാവിനെക്കുറിച്ചുള്ള ഓർമ്മ പോലും അങ്ങയെ നേരായ പാതയിൽ നടത്തുകയാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ബന്ധുക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ സാന്നിധ്യവും ശാസനയുമുള്ള സമയത്ത് പോലും കുട്ടികൾ വഴിവിടച്ച് പോകുമ്പോൾ 16 വയസ്സുള്ള സമയത്ത്, പ്രായപൂർത്തിയാകാത്ത സമയത്ത് നഷ്ടപ്പെട്ട മാതാവിൻ്റെ ഓർമ്മകളാണ് എന്നെ നേരായ മാർഗത്തിൽ നടത്തുന്നത്. നഷ്ടപ്പെടുന്നതിന് നമുക്ക് മൂല്യമുള്ളല്ലോ. നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുക. അല്ലാത്തപ്പം അതാണ് ഒരു മൊത്തം പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ ബ്രോയായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. അതങ്ങ് പറഞ്ഞ ഒരു വലിയ സന്ദേശമാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ. അങ്ങൊരു പച്ചയായ മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്കിടെ ഒരു പ്രത്യേകത, ഒരാളിനെ കാണുമ്പോൾ ക്യാമറ കണ്ണുപോലെ അയാളുടെ മനസ്സിലെന്താണ് ചിന്തിക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. അപ്പം സങ്കടം വന്നാൽ കരയുന്ന, സന്തോഷം വന്നാൽ ചിരിക്കുന്ന ഒരു പച്ചയായ ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് എന്നുള്ളത് ഞാൻ ചേർത്ത് വായിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. അങ്ങയുടെ ഈ തിരക്കിട്ട സമയത്ത് അല്പനിമിഷം അടുത്തിരിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായി. പ്രത്യേകിച്ച് കലയെയും നാടകത്തെയും ഒക്കെ സിനിമയൊക്കെ സ്നേഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷവും അഭിമാനം എന്നുള്ള വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്. എനിക്കും ഏറെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ സമൂഹത്തിൽ മറ്റ് ചില വിദേശ രാജ്യങ്ങളൊക്കെ കാണുമ്പം അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ മറ്റെന്തെങ്കിലും വലിയ പ്രൊഫഷണലിലൊട്ടുള്ളവരായിരിക്കും. എനിക്ക് സിംഗപ്പൂർ പോലൊക്കെയുള്ള സ്ഥലത്തൊക്കെ വലിയ കാർഡിയോളജിസ്റ്റുകൾ, ന്യൂറോളജിസ്റ്റുകൾ, അങ്ങനെ വിവിധമായ രംഗങ്ങളിൽ പ്രശസ്തരായ ആൾക്കാരായിരിക്കും ഈ രാഷ്ട്രീയത്തിൽ വരുന്നത്. എന്തുകൊണ്ടോ നമുക്ക് ഇടയിൽ രാഷ്ട്രീയം മാത്രമായി പഠിച്ചു വരുന്ന ആൾക്കാർ ആണിന്ന് കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ അഭിരുചിയുള്ളവർ, അല്ലെങ്കിൽ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പക്ഷെ അതൊരു ഒരു വലിയൊരു ഒരു പ്രൊഫഷണലായിട്ട് അതിനെ കാണുകയും കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്നത് തിരക്കുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും താങ്കൾക്കിങ്ങനെ ഈ നാടകത്തിനോടുള്ള, പ്രത്യേകിച്ച് കുടുംബപരമായി തലമുറകളായിട്ടുണ്ടാകുന്ന ഒരു അടുപ്പം, എനിക്കൊന്ന് അത് ഒക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. എനിക്കൊന്ന് സമയപരിധിയിൽ എന്നെക്കുറിച്ച് മാത്രമാണ് കൂടുതൽ സംസാരിച്ചത് എന്നുള്ളതൊരിതുണ്ട്. അപ്പം അത് ഒക്കെ കൂടുതൽ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ജീവിതം എങ്ങനെ വെറുതെ കിട്ടുന്നതല്ല. ആരും ഈ വലിയ ആൾക്കാരാകുന്ന വെറുതെ ഒന്നുമല്ല, അല്ലെങ്കിൽ വലിയ ആൾക്കാരെന്നുള്ളതല്ല, ചില രീതിയിൽ അംഗീകാരങ്ങൾ കിട്ടും. അപ്പം പ്രത്യേകിച്ച് നാടകത്തിനും ഒപ്പം രാഷ്ട്രീയത്തിനും. കാരണം ഒരു കലാകാരനായിരിക്കുക എന്ന് പറയുന്നത്, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട്, ഒരാളുടെ മനസ്സ് അറിയാമെന്ന് പറഞ്ഞാൽ വേദന മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം
യജമാനൻ ദാസൻ്റെ ശുശ്രൂഷകനാകുക എന്നാണ് പറയുന്നത്. ഞാനിപ്പം പെട്ടെന്ന് ഈ കൂടുതൽ ഇങ്ങനെ ബൈബിള് പറയുന്ന ഈ ദിവസങ്ങളൊക്കെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ പെസഹായി പ്രധാനപ്പെട്ട കാല് കഴുകുക എന്ന് പറയുന്നത് എങ്ങനെ സാധിക്കും? ഇന്നെങ്ങനെ സാധിക്കും? യഥാർത്ഥമായി ഞാൻ യജമാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് എല്ലാം വേണ്ടിയെന്ന് പറയുമ്പോൾ ഞാനങ്ങനെ ദാസൻ്റെ ശുശ്രൂഷകനാണ്. അപ്പം അങ്ങനത്തെ ഒരു ഗണത്തിലേക്ക് താങ്കളുടെ ജീവിതം കൂടുതൽ കഴിയട്ടെ. പറ്റിയ നമുക്ക് എപ്പോഴെങ്കിലും ഒരു നാടകത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കാനൊരു സാഹചര്യം. വളരെ സന്തോഷം. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന പലരും നാടകം ഒരു ചവിട്ടുപടിയായി ഈ സിനിമയിൽ കയറുകയും അതിനുശേഷം കയറി ആ ചവിട്ടുപടി എടുത്ത് മാറ്റുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യമായിട്ട് അടുത്ത് കണ്ട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഒരു നാടകത്തിന് ഒരുപക്ഷെ 50,000 രൂപ ഒരു സമ്മാനം ലഭിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു നാടകത്തിന്. അക്കാദമി കഴിഞ്ഞാൽ അക്കാദമിയാണ് അത്രയും വലിയ തുക തരുന്നത്. പക്ഷേ അത് കേരളത്തിലെ മുഴുവൻ, ഞങ്ങളുടെ സമിതിക്കാണ് കിട്ടിയതെങ്കിലും കേരളത്തിലെ മുഴുവൻ നാടക പ്രവർത്തകർക്കും ഉള്ളൊരു അവാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അന്ന് എന്നോട് ആ വേദിയിൽ വെച്ച് വളരെ എന്നെ എന്തോ മുൻപരിചയം പോലെ എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് നാടകത്തോടുള്ള ഇഷ്ടമാണ്. ഇങ്ങനൊരു MLA അല്ലെങ്കിൽ ഇങ്ങനൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങേക്ക് മറ്റു പലർക്കും ഇല്ലാത്ത നാടകം എത്രയോ ശുദ്ധമായ ഒരു കലയാണ്. സിനിമ പോലെ ഒരു സാങ്കേതിക വിദ്യയുടെയും സഹായം ഉപയോഗിക്കാൻ പറ്റാതെ നേരിട്ട് പ്രേക്ഷകനെ കരയിപ്പിക്കുക, നേരിട്ട് പ്രേക്ഷകനെ ചിരിപ്പിക്കുക, രണ്ടാമതൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു മാധ്യമം നാടിനെ നവീകരിച്ചതിൽ വലിയ പങ്ക് വഹിച്ചത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഓണാട്ടുകര ഈ പ്രദേശം എന്ന് പറയുന്ന നാടകത്തെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് വരും. അപ്പോൾ അത് അങ്ങയോടുള്ളൊരു പ്രത്യേക ബഹുമാനമായി. ഇത് ഇപ്പോൾ കാണുന്ന നാളെ ആരെങ്കിലുമൊക്കെ നാടക പ്രവർത്തകർ കണ്ടാൽ മലയാളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള അറിയപ്പെടുന്ന മലയാള സിനിമയിലെ ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും ജീവിതം കൊണ്ടും കല കൊണ്ടും ഒക്കെ മാതൃകാപരമായി മുന്നോട്ട് പോകുന്ന ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ കേരളത്തിലെ നാടക പ്രവർത്തകർക്ക്, നിത്യവൃത്തിക്ക് മാർഗമില്ലാത്തവരാണ് നാടകക്കാർ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡായി, അംഗീകാരമായി ഞാൻ ഈ നാടകത്തെ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരോടും നാടക പ്രേക്ഷകരോടും പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. സന്തോഷം.